ഷിബു പീഡിയക്കല് പറയുന്ന ഒരു കാര്യമുണ്ട്. വട്ടശ്ശേരി തിരുമേനി ദരിദ്രവാസിയായിരുന്നു എന്ന്. ദരിദ്രവാസിയായ ഒരു കാതോലിക്ക എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്, അല്ലാതെ ആ വ്യക്തിയുടെ അല്ല. ഓക്കെ, ശരി. പക്ഷേ ആ ദരിദ്രവാസികളായ ഈ ഓർത്തഡോക്സുകാരിൽ നിന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്ന പാത്രീർക്കീസ്മാരുടെ അവസ്ഥ എന്തായിരുന്നു? എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശന്ന് കരയുന്നവന്റെ കണ്ണുനീര് നക്കി കുടിക്കുന്നവൻ എന്ന് പറയുന്ന അവസ്ഥയല്ലായിരുന്നോ അന്ത്യോക്യ പാത്രീർക്കീസ്മാരുടേത്? സമ്പത്തിനെ പറ്റി പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് അബ്ദേദ് മശിഹ പാത്രീർക്കീസ് ബാവ പോലും ഇങ്ങോട്ട് വരാനായി വണ്ടിക്കൂലി ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് മാത്രമല്ല, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പൊന്നും പണവുമായിട്ട് കുറെ അധികം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കൂടെ വന്ന റമ്പാന്മാര് നമ്മെ കപ്പൽ യാത്രയിൽ കടലിൽ എടുത്ത് എറിഞ്ഞിട്ട് ഈ സമ്പത്ത് സ്വന്തമാക്കും എന്ന ഭയം മൂലം വേറെ ഒരു കപ്പലിലാണ് അദ്ദേഹം പോയത്. അതേ അവസ്ഥയായിരുന്നു ബാക്കി പാത്രീർക്കീസ്മാരുടെ എല്ലാം. അപ്പൊ ദരിദ്രരാരായിരുന്നു? ശരി, സമ്മതിച്ചു, ദരിദ്ര നാരായണന്മാരാണ് ഇവിടെയുള്ളവർ. അവരിൽ നിന്ന് സമ്പത്ത് എരന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ പാത്രീർക്കീസ്മാര് അബ്ദുള്ള ഏലിയാസ് ബാവയുടെ കൂടെ ഇവിടെ റമ്പാനായിട്ട് വന്നവനാ. വന്നിട്ട് മൂറോൻ എന്ന് പറയുന്ന പരിശുദ്ധ തൈലം ആശീർവദിച്ച് മൂറോൻ കൂദാശ നടത്തിയിട്ട് അത് പള്ളികൾക്ക് കൊടുക്കാനായിട്ട് ഇവരെ രണ്ടുപേരെ ഏൽപ്പിച്ചു. കൂടെ വന്ന റമ്പാന്മാരെ രണ്ടുപേരെ അവരെന്ത് ചെയ്തു? ഓരോ പള്ളികളിലും കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ വില എന്ന രീതിയിൽ പണം വാങ്ങി. ഇതറിഞ്ഞ പാത്രീർക്കീസ് എന്ത് ചെയ്തു? മേലാൽ മലങ്കര സഭയിലെ ഒരു പള്ളികളിലും പ്രവേശിച്ചു പോകരുത്. അന്നൊക്കെ അത്രയും നീതിബോധം അവർക്കുണ്ടായിരുന്നു. പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി. കയറി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അബ്ദുള്ളയെ വിലക്കി. ഈ അബ്ദുള്ളയാണ് അബ്ദേദ് മശിഹായുമായിട്ട് പാത്രീർക്കീസ് സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച് തോറ്റുപോയിട്ട് കത്തോലിക്ക സഭയിൽ പോയി ചേർന്നിട്ട് 10 വർഷം അതിലേ നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കൈക്കൂലി കൊടുത്ത് സ്ഥാനം വാങ്ങി ഈ ഒറിജിനൽ പാത്രീർക്കീസിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ കയറിയിരുന്നു. ഇങ്ങനെയുള്ളവരാണ് ദരിദ്രനാരായണന്മാര്. എന്നിട്ട് അബ്ദേദ് മശിഹ ഇവിടെ കാതോലിക്ക സ്ഥാപനം പുനഃസ്ഥാപനം നടത്തിയിട്ട് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെ സ്വാധീനിച്ച്, ഒഫീഷ്യൽസിനെ സ്വാധീനിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പൊന്നും പണവും എല്ലാം അടിച്ചു മാറ്റി അദ്ദേഹത്തെ ഇവിടുന്ന് കിട്ടിയ ധനം ഒന്നും ഇല്ലാത്തവനാക്കി. പക്ഷെ അദ്ദേഹം ഇന്നും പാത്രീർക്കീസ്മാരുടെ നിരയിലുണ്ട്. എന്നാൽ ഈ അബ്ദുള്ള എന്ന് പറയുന്നവൻ ഇവിടെ വന്നിട്ട് അന്ന് നമുക്കൊരു വലിയ ദോഷം ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സീമേന്ന് വരുന്നവരെല്ലാം വലിയ വിശുദ്ധരാണ്, ബാവായാണെന്നാണ് കണ്ടിരുന്നത്. അതൊരു തെറ്റ് തന്നെയാണ്. ഇവിടെ വന്ന് പല കളികളും നടത്തി ആദ്യത്തെ കാതോലിക്ക ആയിരുന്ന മുറിമറ്റത്തിൽ ബാവായെ വിലക്കുന്ന ഒരു കൽപ്പന പിറവംപള്ളി കൊടുത്ത ഒരു ചരിത്രമുണ്ട്. പക്ഷെ ആ വിലക്ക് കൽപ്പന കേട്ട തിരുമേനി ചങ്കത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞ ഒരു ശാപമുണ്ട്. ഈ കൽപ്പന എഴുതിയവൻ സ്വസ്ഥാനത്ത് ചെല്ലാതെ കണ്ണും കാതും നശിച്ച് പരദേശത്ത് അടക്കപ്പെടും
അത് അതുപോലെ അച്ചട്ടായിട്ട് സംഭവിച്ചു. വെറും ദരിദ്രനാരായണന്മാരായിരുന്ന ദാരിദ്ര്യ സഭയായ അന്ത്യോക്യക്കാര് ഇവിടെ ഉണ്ടായിരുന്ന കുറെ ഉഡായിപ്പുകളെ സ്വാധീനിച്ച് അവരുടെ കൂടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞ് ഇവിടുന്ന് സമ്പത്ത് സമ്പാദിച്ചുകൊണ്ട് പോയവരാണ് ധനികര്. ഷിബു പീഡിയക്കലിന് എന്താ കഞ്ചാവടിച്ച് സംഗതി മൂത്തിരിക്കുക. അപ്പൊ തലതിരിഞ്ഞേ തോന്നുള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സഭ അന്നും ഇന്നും സമ്പന്നമാണ്. 3000 രൂപ അല്ല ഞങ്ങളുടെ മിച്ചം. ഞങ്ങളുടെ മിച്ചം കോടികളാ. ഇത് അറിയാൻ വയ്യാത്ത ഷിബു പീഡിയക്കൽ, എടാ നിനക്ക് എന്ത് യോഗ്യതയാടാ? എന്ത് അറിഞ്ഞിട്ടാണ് നീ പറയുന്നത്? സ്വന്തം പാരമ്പര്യം പോലും നിനക്കറിയാമോ? അറിയാൻ വയ്യ.